നമസ്കാരം. നമ്മുടെ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവരെക്കുറിച്ചാണ്. ഇന്ത്യൻ ഫാൻ റെയിൽസ് അല്ലെങ്കിൽ ആട്ടപ്രാവുകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഇവരുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് വർഷമായിട്ട് ഇവരെ വളർത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇവരുടെ 2 വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ ഏത് വീഡിയോസ് ഷെയർ ചെയ്യുമ്പോഴും അതിൽ ഇവരുടെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ചോദിച്ച് ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇവരുടെ നല്ലൊരു വീഡിയോ ചെയ്യണമെന്ന്, വ്ലോഗ് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അത് ഇന്നാണ് സാധിച്ചത്. അപ്പോൾ നമുക്ക് ഇവരുടെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം. ഫോർ ദ മ്യൂസിക്കിലേക്ക് സ്വാഗതം. രാവിലെ എഴുന്നേറ്റ എൻ്റെ ആദ്യത്തെ പരിപാടി ഇവരെ തുറന്നു വിടുക എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കും. ഇവരുടെ നടപ്പും നിപ്പും ഒക്കെ കാണാൻ അത്രയ്ക്ക് ചന്തമല്ലേ. കൂടിനോട് ചേർന്ന് ഞാൻ ഒരു ചെറിയ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗാർഡൻ്റെ ഭാഗത്തിരുന്ന് ചുറ്റുമുള്ള പൂക്കളൊക്കെ കണ്ട് ഇവരുടെ കാഴ്ചകളും കണ്ട് ഇങ്ങനെ ചായ കുടിച്ചിരിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ആ സമയം കൊണ്ട് ഇവർ പുറത്ത് കറങ്ങി തിരികെ വരും താനും. ഞങ്ങളുടെ പൊന്നോമനകളാണിവർ. അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിന്റെ 10 ഇരട്ടി തിരികെ തരുന്നവരാണ് ആട്ടപ്രാവുകൾ. പ്രാവുകളുടെ ഇനങ്ങളിൽ ഫാൻസി പ്രാവുകളുടെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ് ഒരുപാട് ഓമനത്വമുള്ള, പെട്ടെന്നിണങ്ങുന്നവരായ ആട്ടപ്രാവുകൾ. മറ്റ് പ്രാവുകളെ അപേക്ഷിച്ച് ഇവരുടെ ബാക്ക് സൈഡിലെ തൂവലുകൾ വിശറി പോലെയാണ്. മയിലുകളൊക്കെ പീലി വിരിച്ച് നിൽക്കുന്നത് പോലെയാണ് ഇവർ നിൽക്കുന്നത്. വാലിന്റെ ഭാഗത്ത് 12 മുതൽ 14 വരെയൊക്കെയാണ് മറ്റു പ്രാവുകളുടെ തൂവലുകളുടെ എണ്ണം. അതേസമയം ഇവർക്ക് 30 മുതൽ 40 തൂവലുകൾ വരെ ഉണ്ടായിരിക്കും. ശരിക്കും ഇവരൊരു മീഡിയം സൈസ് പ്രാവാണ്. പക്ഷെ വാലിങ്ങനെ എടുത്തു പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ കുറച്ച് വണ്ണമൊക്കെ ഉള്ളതുപോലെ തോന്നിക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ഏറ്റവും നല്ലൊരു കാര്യം, ഇവരെ വളർത്തുമ്പോൾ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് നമുക്കിവരെ തുറന്നു വിട്ട് വളർത്താം എന്നുള്ളതാണ്. തുറന്നു വിട്ടാൽ തന്നെ വീട് വിട്ടോ അല്ലെങ്കിൽ കൂടിൻ്റെ പരിസരം വിട്ടോ ഒന്നും ഇവരെ അധികം ദൂരം പോവുകയോ ഒന്നും ചെയ്യില്ല. മറ്റ് പ്രാവുകളെയൊക്കെ തുറന്നു വിടുമ്പോൾ നല്ല ഡിസ്റ്റൻസിലൊക്കെ ചിലപ്പോൾ പോയിട്ട് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. ഇവർ നമ്മുടെ വീട് വിട്ടോ അല്ലെങ്കിൽ കൂടിൻ്റെ പരിസരം വിട്ടോ പോകത്തില്ല. നല്ല പേടിയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ തുറന്നു വിട്ടാൽ നമ്മളെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ കൂടിൻ്റെ പരിസരമൊക്കെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കാനാണ് അവർക്ക് താല്പര്യം. പിന്നെ തുറന്നു വിട്ടാൽ തന്നെ ഒരു ഹാഫ് ആൻ അവർ ഇവർ പുറത്ത് നിന്നിട്ട് പെട്ടെന്ന് തിരിച്ചു കയറും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ആഹാരം കൊടുക്കണം. ആഹാരമൊക്കെ കഴിച്ച് പിന്നീട് ഇണകൾക്കൊപ്പം ഒരു എവിടെയെങ്കിലും ഒരു കോണിൽ ചെന്നിട്ട് ഇണകൾക്കൊപ്പം കൊത്തി ഒരുങ്ങി അവരങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പിന്നെ ഇവർ നല്ല വൃത്തിയുള്ള ആൾക്കാരാണ്. വൃത്തിയുള്ള ഇടങ്ങളിൽ കഴിയാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇവരുടെ കൂടൊക്കെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ആഴ്ച 2 തവണയൊക്കെ വൃത്തിയാക്കേണ്ട ആവശ്യമുള്ളൂ. ഇവരുടെ കൂടെ എപ്പോഴും നീറ്റായിരിക്കും. അത് ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇവരുടെ ശരീരമായാലും നല്ല ഭംഗിയായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ നല്ല വൃത്തിയോടെ എന്നും നമുക്കിവരെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ആവശ്യകതയുണ്ട്. കാരണം പെട്ടെന്ന് അസുഖമൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫുഡും വെള്ളമൊക്കെ ആഴ്ചയിലൊക്കെ മാറി കൊടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഇവർക്ക് പൊതുവെ കൊടുക്കുന്ന ആഹാരം ഗോതമ്പും ചെറുപയറും റാഗിയും കമ്പവും ചോളവും ഒക്കെയാണ്. ഞാൻ പക്ഷേ ഇവർക്ക് കോഴിത്തീറ്റ വാങ്ങി കൊടുക്കാറാണ് പതിവ്. ഇടയ്ക്കല്ലാതെയും. എളുപ്പം അതായിരിക്കും. അത് മാത്രമല്ല, എല്ലാത്തിൻ്റെ ഒരു മിക്സ് സാധാരണ പെറ്റ് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. അതും അവർക്ക് കൊടുക്കാം. പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. കോഴിത്തീറ്റയാകുമ്പോൾ അത്ര എക്സ്പെൻസീവും അല്ല. അവർക്ക് വേണ്ടതെല്ലാം അതിലുണ്ട് താനും. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോൾ സ്റ്റാർട്ടർ വാങ്ങി കൊടുക്കുന്നത് നല്ലതാണ്. കോഴിത്തീറ്റയും സ്റ്റാർട്ടറും ഒക്കെ എല്ലാ കടകളിലും സുലഭമായി കിട്ടുന്ന ഒന്നാണ്. ഇനി മുട്ടയിടുന്ന കാര്യം. ഏകദേശം 18 ദിവസം വേണ്ടിവരും ഇവരുടെ മുട്ട വിരിയാനായിട്ട്. 2 മുട്ട വെച്ചാണ് ഇട്ട് കണ്ടിട്ടുള്ളത്. മെയിലും ഫീമെയിൽ പ്രാവുകളും അടയിരിക്കുമെന്നുള്ളത് പ്രത്യേകതയാണ്. രാത്രി പെൺപ്രാവും പകൽ ആൺപ്രാവും അടയിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ സമയം നോക്കാതെ 2 ആളുകളും മാറിയും തിരിഞ്ഞും മുട്ടയ്ക്ക് അടയിരിക്കുന്നതാണ് ഞാൻ പൊതുവെ കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ 2 പേരും കയറിയിരിക്കുന്നത് കാണാം. നല്ല ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ് നമ്മുടേത്. കുഞ്ഞ് വിരിഞ്ഞ് 9 ദിവസത്തോളം ഇവരുടെ തന്നെ കൊക്കിന്റെ ഉള്ളിലുള്ള ഒരറയുടെ ഭാഗത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പാല് പോലുള്ള ഒന്നാണ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. പിന്നെ പെതുക്കെ നമ്മൾ കൊടുക്കുന്ന ഫുഡ് അവർ തന്നെ കൊക്കിലാക്കി കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പാകത്തിൽ കൊടുക്കും. 6 തൊട്ട് 8 മാസം വരെ പ്രായമാകുമ്പോഴാണ് ആട്ടപ്രാവുകൾ മുട്ടയിടാൻ പാകമാകുന്നത്. സാധാരണ അടയിരിക്കാൻ മടിയില്ലാത്തവരും നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ വിരിച്ചെടുക്കുന്നവരുമാണ്. പിന്നെ ഇവർക്ക് അടയിരിക്കാനുള്ള സ്പേസ് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നിലത്തും അല്ലാതെ സേഫ് അല്ലാത്ത ഇടങ്ങളിലും ഒക്കെ മുട്ടയിട്ട് കളയും. പിന്നെ ഇവരുടെ കാല് തന്നെ തട്ടി മുട്ട പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ചട്ടിയോ ചെറിയൊരു പെട്ടിയോ ഒക്കെ വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന് പേരായ ജോഡികൾ ഒരു സ്ട്രോങ് ലൈഫ് ടൈം ബോണ്ട് കീപ്പ് ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട്. ഇവർ പരസ്പരം ഇഷ്ടം പ്രകടിപ്പിക്കുന്നത് തന്നെ കാണാൻ നല്ല രസമാണ്. ഇവർ പൊതുവെ ജസ്റ്റ് എടുത്ത് പിടിച്ച് തല കുറച്ച് പുറകോട്ട് വെച്ചാണ് നിൽക്കാറുള്ളത്. അതുപോലെ ഇവരുടെ തലയുടെ ഭാഗത്ത് ചെറിയൊരു പൊൻതൂവലുണ്ട്.
അതൊരു കാണാൻ നല്ല രസമാണ്. തല ചെറുതായിട്ടൊന്ന് വിറപ്പിച്ച് മയിലുകളൊക്കെ പീലി വിരിച്ച് നിൽക്കുന്നത് പോലെ ഇവരുടെ വാലിൻ്റെ തൂവലുകളൊക്കെ എടുത്ത് പിടിച്ചാണ് നിൽക്കുന്നത്. അതുപോലെ ഒരു കറക്കവുമുണ്ട്. കാലിൻ്റെ ഭാഗത്ത് ബൂട്ട്സ് ഉണ്ട്. മീൻസ് ഇവരുടെ കാലിൻ്റെ ഭാഗത്തുള്ള തൂവലുകളാണ് ബൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലിൻ്റെ ഭാഗത്തൊക്കെ ഇവർക്ക് തൂവലുകളുണ്ട്. അതുപോലെ ഇവരുടെ കണ്ണ് കണ്ടില്ല, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. മൊത്തത്തിൽ ഈ ഒരു എലമെൻറ്റ്സ് ഒക്കെ ഇവർക്കൊരു ഫാൻസി ലുക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒത്തിരി അട്രാക്റ്റീവ് ആക്കുന്ന എലമെൻറ്റ്സ് ഇതൊക്കെയാണ്. പല നിറങ്ങളിൽ ഇവർ അവൈലബിൾ ആണ്. വൈറ്റ്, ബ്ലാക്ക്, ബ്ലൂ, സിൽവർ, ബ്രൗൺ. അത് മാത്രമല്ല മിക്സഡ് കളേഴ്സും കിട്ടാറുണ്ട്. ഒരു ജെൻറ്റിൽ ഫ്രണ്ട്ലി അപ്രോച്ചാണ് ഇവർക്കുള്ളത്. നമ്മളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. നല്ല രീതിക്ക് പെട്ടെന്ന് ഇണങ്ങുന്നവരാണ്. അതുപോലെ ഇവരുടെ ഓണേഴ്സിനെ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയും. സ്ഥിരം തീറ്റ കൊടുക്കുന്ന ആൾക്കാരോടൊക്കെ ഇവർക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. ആ സ്നേഹം നല്ല രീതിയിൽ പ്രകടിപ്പിക്കുന്ന ആൾക്കാരുമാണ്. ആട്ടപ്രാവുകൾ തന്നെ പല ഇനമുണ്ട്. ഇന്ത്യൻ, അമേരിക്കൻ, ഇംഗ്ലീഷ്, തായ് ഫാൻഡെയിൽ, ഇങ്ങനെ പല ഇനമുള്ളതായി പറയപ്പെടുന്നു. പക്ഷേ ഇങ്ങനെ വ്യത്യസ്ത ഇനമില്ലെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. ഇപ്പോൾ ഒട്ടുമിക്ക ഷോപ്പുകളിലും സുലഭമായി കിട്ടുന്ന രണ്ടിനമാണ് ഇന്ത്യൻ ഫാൻഡെയിലും അമേരിക്കൻ ഫാൻഡെയിലും. അല്ലെങ്കിൽ അങ്ങനെയാണ് ഒട്ടുമിക്ക ഷോപ്പുകളിലും വിൽപ്പന നടക്കുന്നത്. ഈ രണ്ടിനങ്ങളിലും എനിക്ക് തോന്നിയിട്ടുള്ളൊരു വ്യത്യാസം, ഇന്ത്യൻ ഫാൻഡെയിൽസ് പൊതുവെ ഒതുക്കമുള്ള ശരീരവും ചെറിയ പ്രാവുകളുമാണ്. എന്നാൽ അമേരിക്കൻ ഫാൻഡെയിൽ കുറച്ച് വലിപ്പമുള്ളവയും കുറച്ച് ബഹളക്കാരുമാണ്. ഇന്ത്യൻ ഫാൻഡെയിലും അമേരിക്കൻ ഫാൻഡെയിലും ലുക്ക് വൈസ് ഒരുപോലെയാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു വ്യത്യാസമാണ് ഇംഗ്ലീഷ് ഫാൻഡെയിലാകട്ടെ അവരുടെ കാലിൽ ബൂട്ട് ഉണ്ടാവില്ല. കാലിന്റെ ഭാഗത്ത് ഇവർക്കുള്ളതുപോലെ തൂവലുകളില്ല. തായ് ഫാൻഡെയിലിനെ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ പല കാര്യങ്ങൾ കാണിക്കുന്നത് കണ്ടു. എന്തോ ആയിക്കോട്ടെ അല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം ഫാൻഡെയിൽസ് ആണ്, ആട്ടപ്രാവുകളാണ്. ഇപ്പൊ നമ്മുടെ കൂട്ടിലായാലും ഇന്ത്യൻ ഫാൻഡെയിലും അമേരിക്കൻ ഫാൻഡെയിലും ജോഡിയായി താമസിക്കുന്നുണ്ട്. ഞാനായിട്ട് ചേർത്തതല്ല, അവരായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ എന്ത് വെറൈറ്റി അല്ലേ. ഇവർക്ക് വരുന്ന പലതരത്തിലുള്ള അസുഖങ്ങളും അവയ്ക്ക് കൊടുക്കേണ്ട മരുന്നുകളെ പറ്റി ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. തലകറക്കം വരുന്ന പ്രാവുകളെ എങ്ങനെ ചികിത്സിക്കണം എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. അതിനകത്ത് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആഹാരവും വെള്ളവും വൃത്തിയായി കൊടുക്കണം എന്നുള്ളതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് അസുഖം വരും. അതുപോലെ തന്നെ മറ്റ് ജീവികളെ ഉപദ്രവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് പൂച്ചകൾ. നമ്മൾ ഇവരെ പുറത്തിറക്കി വിടുന്ന സമയങ്ങളിൽ നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും ഇവർക്കുണ്ടാവണം. ഇല്ലെന്നുണ്ടെങ്കിൽ പൂച്ചകളോ മറ്റ് ജീവികളോ പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എൻ്റെ തന്നെ 2 പ്രാവുകൾ പൂച്ച പിടിച്ച് നഷ്ടമായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ആട്ടപ്രാവിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താനും മറക്കരുത്. മറ്റൊരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം.